നമുക്ക് എക്സാമിനൊക്കെ വരാറുള്ള ഒരു ചോദ്യമാണ് റീജിയണൽ ആസ്പിറേഷൻസിനോട് ഈ പറയുന്ന യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയുടെയും സമീപനം തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കറിയാം നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് നാനാത്വത്തിൽ ഏകത്വം അല്ലെങ്കിൽ നമ്മുടെ ഒരു ദേശീയത ഐക്യം എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെയാണ് നമ്മുടെ മുമ്പോട്ട് പോകുന്നത്. നമുക്കറിയാം വിവിധ സംസ്കാരങ്ങൾ ഫോളോ ചെയ്യുന്ന, വിവിധ ഭാഷകൾ സംസാരിക്കുന്ന, വിവിധ മതത്തിൽപ്പെട്ട ആളുകളൊക്കെയാണ് നമ്മുടെ രാജ്യത്തുള്ളത്. അതുകൊണ്ട് തന്നെ റീജിയണൽ ആസ്പിറേഷൻസിനുള്ള സാധ്യതകൾ അവിടെ കൂടുകയും ചെയ്യും. ഇനി ഇത് യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്കറിയാം നമ്മുടെ ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ റീജിയണൽ ആസ്പിറേഷൻ ഒരു ഭീഷണിയായല്ല നമ്മളതിനെ കാണുന്നത്. സ്വാഭാവികമായിട്ടും ഈ പറയുന്ന തങ്ങളുടെ സംസ്കാരങ്ങൾ സംരക്ഷിക്കപ്പെടുമോ അല്ലെങ്കിൽ തങ്ങളുടെ ഭാഷയെ മറ്റൊരു ഭാഷ അടിച്ചമർത്തുമോ ഡോമിനേറ്റ് ചെയ്യുമോ എന്നൊക്കെ സംശയത്തിന് പേരിലാണ് ഇത്തരത്തിൽ ആസ്പിറേഷൻസും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത് ഉയർന്നു വരുന്നത്. അപ്പോൾ നമ്മളൊരു ഭീഷണിയായല്ല കാണുന്നത്, ജനാധിപത്യപരമായിട്ട് അതൊരു അവകാശമായി തന്നെയാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയപരമായിട്ടും ഈ പറയുന്ന ഓരോ സംഘടനകൾക്കാണെങ്കിലും അവരുടെ ആവശ്യങ്ങൾ മുന്നോട്ട് വെക്കാൻ നമ്മൾ എന്ത് കൊടുക്കുന്നുണ്ട്, ഒരു സ്പേസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ വിഘടനവാദ പ്രസ്ഥാനങ്ങളൊക്കെ രൂപീകരിക്കപ്പെടുന്നുണ്ട്. സ്വാഭാവികമായിട്ടും അതിനെ അടിച്ചമർത്തുകയല്ല ചെയ്യുന്നത്, അതിനെ വൃത്തിയായിട്ട് ഡീല് ചെയ്യുകയാണ് നമ്മുടെ രാജ്യത്ത് ചെയ്യുന്നത്. ഇനി നയരൂപീകരണ ഘട്ടത്തിൽ പോലും അവരുടെ അഭിപ്രായങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കൃത്യമായിട്ടും സ്വീകരിക്കുന്നുണ്ട്. ഇനി യൂറോപ്യൻ രാജ്യങ്ങൾ ഇതിനൊരു ഭീഷണിയായാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ അടിച്ചമർത്തുന്ന നയമാണ് അവർ സ്വീകരിക്കുന്നത്. അതായത് പുതിയ പുതിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കപ്പെടുക, ഒരു രാജ്യത്തിനകത്ത് തന്നെ പുതിയ പുതിയ രാഷ്ട്രങ്ങൾ രൂപീകരിക്കണമെന്ന ആവശ്യമായിട്ട് പുതിയ പുതിയ വിഭാഗങ്ങൾ വരുമ്പോൾ അതിനെ അടിച്ചമർത്തുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇന്ത്യ അവർക്ക് വേണ്ട അവകാശങ്ങൾ നൽകാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതുപോലുള്ള നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയ പുതിയ കോണ്ടന്റ്സുമായിട്ട് വരാം. ഓക്കെ, ബൈ.